ഹലോ ഗേയ്സ്, പുതിയ വീഡിയോയിലേക്ക് അടുത്ത സ്വാഗതം എല്ലാവർക്കും. സൺ ഫാമിലിയുടെ ഞങ്ങള് വൈകിട്ടായപ്പോൾ തീരുമാനിച്ചു ഞങ്ങൾ ഇന്നൊരു കുഴിമന്തി കഴിച്ചാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്രയാണ്. എന്നാൽ അതിന് മുമ്പായിട്ട് ഞങ്ങള് അമ്മയുടെ വീട്ടിലേക്ക് പോയി അവരെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാന്ന് വിചാരിച്ച്. അപ്പൊ അനിയത്തിക്ക് വയ്യാത്തത് കൊണ്ട് അതങ്ങ് ബ്രേക്കായി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ അമ്മയും മക്കളെയും കൂട്ടിക്കൊണ്ട് പോവാന്നാ വിചാരിച്ചത്. അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം ഈ നേരത്തെ പറഞ്ഞില്ല, എന്തോ ഞങ്ങൾ വരുന്നുണ്ട്, ഇതല്ല കുഴിമന്തി കഴിക്കാൻ പോവാമെന്ന് ചോദിച്ചില്ല. അവിടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ സാഹചര്യം മോശമായി, അവിടേക്ക് സുഖമല്ലാതായി. അങ്ങനെ ഞങ്ങൾ പോകാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ ഈ പ്ലാനിങ് ഒന്ന് മാറ്റാൻ തീരുമാനിച്ചില്ല. എന്തായാലും കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിങ്ങിലാണ് ഇപ്പം. അവിടുത്തെ ഫുഡാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഒരു കുഴിമന്തി കഴിക്കാമെന്നാണ് ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ. നമുക്ക് കുഴിമന്തി ഇഷ്ടം. ഏകദേശം എത്താറായിട്ടുണ്ട്. കുഴിമന്തി കഴിക്കാനുള്ള ആ ഒരു ത്രില്ലിലിരിക്കുകയാണ് തന്നെ ചിത്തുമോനെ. എനിക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയണത് കുഴിമന്തി കഴിക്കേ. നന്ദുന മക്കളെ തിന്നില്ലല്ലോ പഴയ അങ്ങനെയൊന്നുമില്ല. അതെ, ഫുള്ളാണെങ്കിലും കഴിക്കും. ഫുള്ള് ഓക്കെ. ഞാൻ 2-3 പ്രാവശ്യം ചിലപ്പോ കഴിക്കും. എല്ലാം എന്താ ഇത് പറച്ച് തന്നെ കുറച്ച് കഴിക്കില്ല. കുഴിമന്തി പുതിയ കടയാണ്. പുതിയ കടയായതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. ചിലപ്പോ തിരക്ക് വരാൻ വളരെ കൂടുതലാണ്. തിരക്ക് കാണും, കാരണം ശനിയാഴ്ച അവധി ദിവസം കൂടെ അല്ലേ. ഇന്നും നാളെയും. ആദ്യം ഞങ്ങൾ ഉച്ചക്കൊക്കെ വിചാരിച്ച് ലുലു മാളിൽ പോയി കഴിക്കാന്ന് വിചാരിച്ചല്ലേ. നമ്മള് കൂടുതലായിട്ട് ലുലു മാളിൽ ഇഷ്ടംപോലെ ദിവസം പോയിട്ടുണ്ട് ആൾറെഡി. അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് എന്തായാലും പോണമെന്നുണ്ടായിരുന്നു. കുഴിമന്തി കഴിക്കുന്ന പ്ലാനിങ്ങും ഉണ്ട്. എങ്കിലും അമ്മയും അനിയത്തി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ മാത്രം 4 പേരായിട്ട് പോകുമ്പോൾ ഒരു എൻജോയ് ഇല്ലല്ലോ. എല്ലാരും കൂടെ ആണെങ്കിൽ ആൾക്ക് അടിച്ചു പൊളിച്ച് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അവര് ബ്രേക്ക് ആയതോടെ പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് ഇനി അങ്ങനെ ഞങ്ങള് ഏകദേശം ബിരിയാണിയുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. കുഴിമന്തി ഒരുപാട് ദിവസം കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ചുമ കാറ്റടിച്ചപ്പോൾ രാവിലെ ചൂടല്ലേ. ഹലോ ഗെയ്സ്, എങ്ങനെയുണ്ട് ചൂട്? കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ഏറ്റവും ചൂടാ അല്ലേ നമ്മളിവിടെ? ഇന്നലെ ഒരു കൂളർ വാങ്ങിച്ചു. അയ്യോ, അത് പറയാതിരിക്കും നല്ല. അതിന്റെ ഓപ്പണിംഗ് വീഡിയോ നമ്മൾ നാളെ വരുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഒരു കൂളർ വാങ്ങിച്ചു. അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് അറിയില്ല. എന്നാലും അവർ പറഞ്ഞ രീതിക്ക് ഞങ്ങൾ വാട്ടറൊക്കെ ഒഴിച്ച് എല്ലാം ക്ലിയർ ചെയ്തു, ചെക്ക് ചെയ്തു. അപ്പൊ ഓക്കെ ആണ്. പക്ഷെ അത് എന്തോ ചെയ്യാ, എയർ മാത്രമല്ലാതെ വെള്ളത്തിന്റെ ഒരു തണുപ്പിന്റെ അവസ്ഥയില്ല, കാറ്റ് മാത്രം. അപ്പൊ അത് ഞങ്ങൾ ഇന്ന് പോയി കടയിൽ പോയി പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരു ഇഷ്ടമാണ്. അപ്പൊ ഇനി അവർ വന്ന് നോക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നും വീണ്ടും ചൂടിലേക്കുള്ള യാത്ര തന്നെയാണ് രാത്രി. അങ്ങനെ 10 ഫാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെ, ഈ ഫാമിന്റെ കുറച്ച് ഈ പൈസക്ക് നമുക്ക് കുറച്ച് ഒരു 2-3 സ്റ്റാൻഡ് ഫാൻ വാങ്ങിച്ചെങ്കിൽ ആൾറെഡി നമുക്ക് നല്ല തണുപ്പാവുമല്ലോ. ഇന്ന് ഫാനേ ഉള്ളൂ, അത് കൂളർ വെള്ളം ചീറ്റുന്നില്ല. എന്തോ ബാൾബിന്റെ എന്തോ പ്രോബ്ലം ആയിരിക്കാം. അപ്പൊ അവര് തിങ്കളാഴ്ച എന്തോ കമ്പനി വന്ന് നോക്കുന്നാ പറഞ്ഞിങ്ങനെ. എന്തായാലും അത് പിന്നാലെ. എന്നാൽ ഇന്ന് കുഴിമന്തി കഴിച്ചോണ്ട് വീട്ടിൽ പോയി നല്ല ചൂടത്ത് കിടന്ന് ഉറക്കമായിരിക്കും. കാലാവസ്ഥയുടെ ഗൾഫ് കാലാവസ്ഥയായി ഏകദേശം നമ്മുടെ നാട്. ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ, എത്താറായിട്ടുണ്ട്. ഏകദേശമായി കുഴിമന്തി കട നമുക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്.
വണ്ടി ഒന്ന് പാർക്ക് കൈ കാണിച്ചു ഓക്കെ ശനിവാരം Drunk and tipsy in the shop, color and curry on the house, vibing with the nut, pump tripping on a good party. In the shop, tripping in Guntup, vibing with the thing, chilling with the jungle. മന്തി ഓർഡർ ചെയ്തു. മന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ മന്തി കഴിക്കാനുള്ള തീരുമാനത്തിലാണ്. ഫ്ലാറ്റ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതുകൂടെ മന്തി കൂടെ വന്നാൽ മതി. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. Drunk and tipsy in the shop. അങ്ങനെ ഞങ്ങൾക്ക് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കാനുള്ള ശ്രമത്തിലാണ്. കഴിക്കുന്ന സമയം അത്രയും കുറച്ച് നിങ്ങൾക്ക് ബ്രേക്ക്, നിങ്ങൾക്ക് ബ്രേക്ക് ആണ്. ഇനി മക്കളെ കൂടെ കാണണ്ടേ? ഫുഡെല്ലാം കഴിച്ചു. നിങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി എന്തോ തറ വീണ് ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചു. നിങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി എന്തോ തറ വീണ് ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി കഴിച്ചു. അങ്ങനെ ഇവിടെ തിരിച്ചു തിരിക്കാനുള്ള ശ്രമമാണ്. ഓക്കെ, ടാറ്റ പറയുന്നത് കാണണമെന്നാണ് സന്ധ്യയുടെ ലക്ഷ്യം. അപ്പൊ ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് സന്ധ്യ പറയാണ്. വെളിക്കെടുക്കട്ടെ. ഓക്കെ, തിരിക്കാം. ഹലോ ഗെയ്സ്, അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ഓക്കെ, ബൈ ബൈ.